നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവർഷം പിറന്നതോടൊപ്പം തന്നെ ഗൾഫ് ലോകത്ത് പുതുപ്രതീക്ഷകളും പറക്കുകയായിരുന്നു. എന്നാൽ UAE-യിൽ നിന്നും പുറത്തു വന്ന വാർത്തകൾ അത്ര ശുഭകരമായിരുന്നില്ല. അതെ, ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് UAE-യെ തന്നെ ഞെട്ടലാഴ്ത്തിയിരുന്നു. എന്നാൽ തിരിച്ചടിക്ക് ഒരുങ്ങുകയായിരുന്നു UAE. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇത്തരം വാർത്തകളില്ലെങ്കിലും ഏതു നേരവും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് UAE. ഇതിനാൽ തന്നെ എല്ലാവിധത്തിലും പ്രതിരോധം തീർക്കുകയാണ് രാജ്യം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഹൂതി വിമതർ UAE-യിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയുടെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂതികൾ UAE-ക്കെതിരെ നടത്തുന്ന സായുധാക്രമണങ്ങൾ മേഖലയുടെ സമാധാന അന്തരീക്ഷത്തെ തന്നെ ആകെ തകർത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ UAE ഇതുവരെ കൈക്കൊള്ളാത്ത നടപടികളാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഹൂതികൾക്കെതിരെയുള്ള സായുധ സംഘർഷത്തിൽ ഇസ്രായേൽ ഇന്ത്യ സംയുക്ത സംരംഭമായ ബരാഖ് 8 ബരാഖ് ER മിസൈലുകളെ രംഗത്തിറക്കാൻ ചർച്ചകൾ നടത്തുകയാണെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഹൂതികൾ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ കഴിഞ്ഞയാഴ്ച 3 സിവിലിയൻ കൊല്ലപ്പെട്ടതിന്റെ സാഹചര്യത്തിൽ ഏത് ഭീഷണികളെയും നേരിടുമെന്ന് UAE പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചു വരുന്നത്. അങ്ങനെ ഇസ്രായേലിനെയും അതുവഴി പരോക്ഷമായി ഇന്ത്യയും കളത്തിലിറക്കാൻ തന്നെയാണ് UAE തീരുമാനിച്ചിരിക്കുന്നത്, അതും മിസൈലുകളുടെ രൂപത്തിൽ. അബുദാബിയും ഇസ്രായേലും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2024-ൽ ദക്ഷിണ കൊറിയയുടെ ഉപരിതല ആകാശ മിസൈൽ സംവിധാനം ലഭിക്കുന്നതുവരെ ഇസ്രായേലി ആയുധങ്ങൾ ഒരു താൽക്കാലിക പ്രതിരോധ നടപടിയായി ഉപയോഗിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബ്രേക്കിംഗ് ഡിഫൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ദക്ഷിണ കൊറിയയുമായി അബുദാബി $3.5 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചത്. സൗത്ത് കൊറിയൻ നിർമ്മാതാവായ ചിയോങ്ഗക് മിഡ് റേഞ്ച് സർഫ് ടു എയർ മിസൈൽ ആയുധ സംവിധാനം സ്വന്തമാക്കാനായിരുന്നു ഈ കരാർ. എന്നാൽ 2024 മുമ്പ് ഈ സംവിധാനം നിലവിൽ UAE സർക്കാരിന്റെ കയ്യിൽ എത്തിയിരുന്നില്ല. അതിനാൽ തന്നെ മേഖലയിൽ നിലനിൽക്കുന്ന അടിയന്തര പ്രശ്നത്തിന് ഇടക്കാല പരിഹാരം എന്ന നിലയിൽ ഒരു ഇസ്രായേലി സംവിധാനം വിന്യസിക്കുവാനാണ് UAE ആലോചിക്കുന്നത് എന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. ഒരു താൽക്കാലിക നടപടി എന്ന നിലയിൽ റാഫേൽ, സ്പൈഡർ, ബരാഖ് 8 അല്ലെങ്കിൽ ബരാഖ് ER എന്നീ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്ന് ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് അബുദാബി തേടുന്നത്. ഇതിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ബരാഖ് 8 അല്ലെങ്കിൽ ബരാഖ് ER മിസൈലുകൾ ഒരു ഇന്ത്യ-ഇസ്രായേൽ സംയുക്ത സംരംഭം ആണ്. ഇന്ത്യൻ സൈന്യവും ഇസ്രായേലി സൈന്യവും ഒരേപോലെ ഉപയോഗിക്കുന്നതും ഇത് തന്നെയാകുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം, ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ DRDOയും സംയുക്തമായി വികസിപ്പിച്ച ബരാഖ് 8 ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ആവനാഴിയിലെ ഒരു പ്രധാന ആയുധമാണ്. ബരാഖ് 8-ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. കൂടാതെ ഈ വിമാനം താഴ്ന്നു പറക്കുന്ന ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ, രഹസ്യ ലക്ഷ്യങ്ങൾ എന്നിവയെ തകർക്കുവാനുള്ള കഴിവും ഇതിനുണ്ട്. കടൽ വിക്ഷേപണത്തിനും കര അധിഷ്ഠിത സംവിധാനങ്ങളും ഇതിന് നിലവിലുണ്ട്. ബരാഖ് ER അഥവാ ബരാഖ് 8-ന്റെ വിപുലീകരിച്ച ശ്രേണി ബരാഖ് 8-ന്റെ ഒരു വകഭേദമാണ്. ഇതിനൊരു അധിക റോക്കറ്റ് ബൂസ്റ്റർ ഉള്ളതിനാൽ താരതമ്യേന വലിപ്പം കൂടുതലാണ്. ഇതിന് 180 കിലോമീറ്റർ റേഞ്ച് ആണുള്ളത്. ക്രൂയിസ് മിസൈലുകളും വിമാനങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് പുറമെ 500 കിലോമീറ്റർ താഴെ ദൂരപരിധിയുള്ള തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താൻ ബരാഖ് ER-ന് കഴിയും. ബരാഖ് 8 മിസൈൽ 2020-ൽ അസർബൈജാൻ അർമേനിയയുമായുള്ള പോരാട്ടത്തിൽ അർമേനിയ തൊടുത്ത റഷ്യൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലിനെ വെടിവെച്ചിടാൻ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രായേൽ വികസിപ്പിച്ച 2 മിസൈലുകളായ പൈത്തൺ 5, ഡെർബി എന്നിവ ഉൾക്കൊള്ളുന്ന ആയുധ പ്ലാറ്റ്ഫോമാണ് സ്പൈഡർ. ഡെർബി ഒരു ഇടത്തരം റഡാർ ഗൈഡഡ് മിസൈലാണ്. അതേസമയം പൈത്തൺ 5 ഒരു ഹ്രസ്വദൂര ശത്രു ആയുധങ്ങളുടെ താപനില അനുസരിച്ച് അവയെ തകർക്കുന്ന തരത്തിലുള്ള മിസൈലാണ്. വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ആളില്ലാ ആകാശ വിമാനങ്ങൾ, വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബോംബുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഭീഷണികളെ വെടിവെക്കാൻ കഴിയുന്ന സ്പൈഡർ സംവിധാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനോടകം ഉണ്ട്. അതേസമയം മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗതികൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യമൻ നഗരമായ മദ്രിബിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അനവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടത്. റിപ്പോർട്ട് അനുസരിച്ച് 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും കുട്ടികൾ ഉൾപ്പെടെ 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നുമാണ് അറിയാൻ കഴിയുന്നത്. യമൻ സർക്കാർ പ്രതിനിധികളും മനുഷ്യാവകാശ പ്രവർത്തകരും ഹൂതികളുടെ ഈ മിസൈൽ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം ഇറാൻ പിന്തുണയുള്ള മിലീഷ്യ തൊടുത്തുവിട്ട മിസൈൽ വിമാനത്താവള പരിസരത്ത് പതിച്ചതായി ഇൻഫർമേഷൻ, കൾച്ചർ, ടൂറിസം മന്ത്രി മുഅമ്മർ അൽ എറിയാനി അറിയിച്ചു. സിവിലിയന്മാർക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഹൂതികളെ ശിക്ഷിക്കണമെന്ന് അദ്ദേഹം ലോകത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. മാരിബിലെ പാർപ്പിട പ്രദേശങ്ങളെയും സിവിലിയന്മാരെയും ഹൂതി തീവ്രവാദി മിലീഷ്യ ബോധപൂർവം ലക്ഷ്യമിടുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധക്കുറ്റമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ
തടയിടാൻ തന്നെയാണ് UAE ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യ സംയുക്ത സംവിധാനം ഓർഡർ ചെയ്യുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.